നവംബർ 4th അപ്ഡേറ്റിന് ശേഷം ടെംപ്ലേറ്റുകളിൽ ചേഞ്ച് വന്നു. ഇപ്പൊ സ്കെലട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രൈബ് ഇമേജിൽ കണ്ടന്റിന് കുറച്ചുകൂടെ പ്രയോറിറ്റി വന്നു. നവംബർ 4th 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ ഡിസ്ക്രൈബ് ഇമേജിനെ പറ്റി വറീഡാണ്. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുള്ള സാറേ, ഒരു മാസ്റ്റർ ക്ലാസ് ചെയ്യൂ സാറേ എന്ന് പറഞ്ഞ് കുറെ അധികം എൻക്വയറീസ് വരുന്നുണ്ട്. സോ യെസ്, ഇതാണ് മാസ്റ്റർ ക്ലാസ്. ഡിസ്ക്രൈബ് ഇമേജിൽ ഞാൻ ഇപ്പൊ നമ്മൾ PT സിംപ്ലിഫൈഡ് മലയാളം ലോഞ്ച് ചെയ്ത ടെംപ്ലേറ്റ് പ്ലസ് അതെങ്ങനെ യൂസ് ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ടോപ്പ് ടു ബോട്ടം അബൌട്ട് ഡിസ്ക്രൈബ് ഇമേജ് അറിയാൻ വേണ്ടി കാര്യം പറയാം. ഡിസ്ക്രൈബ് ഇമേജ് ഇപ്പോഴും ഈസിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യണം. പണ്ടത്തെ പോലെ തീരെ ജനറിക് അല്ല ഇപ്പോഴത്തെ സ്കെലട്ടൺ. ഓക്കെ, കുറച്ചും കൂടെ കണ്ടന്റ് കൊടുക്കണം, പക്ഷെ അത് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. അതൊരു റോക്കറ്റ് സയൻസ് അല്ല. ഇപ്പോഴും ട്രസ്റ്റ് മീ, ഡിസ്ക്രൈബ് ഇമേജ് ഈസിയാണ്. ദ ഓൺലി തിങ് യു നീഡ് ടു ഡു ഇസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിനും PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യുമ്പോൾ അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. വളരെയധികം എഫേർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് ഇപ്പോഴേ തന്നിരുന്നെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴി പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം അറ്റ് ആൻ അഫോർഡബിൾ റേറ്റ്. താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. ആദ്യം നമ്മൾ കുറച്ച് ബേസിക്സ് ഓഫ് ഡിസ്ക്രൈബ് ഇമേജ് നോക്കി പോവാം. 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിൽ വരാൻ പോണ. PT അക്കാഡമിക്കിലും കോറിലും വരും. ഓൾമോസ്റ്റ് 13 മാർക്സ് ഓൺലി ടു യുവർ സ്പീക്കിംഗ് 90 ഒരു 13, 15, 10 ആ ഒരു റേഞ്ചിൽ മാർക്ക് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. 25 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈം തരും അവര്. ഒരു കാണിച്ചിട്ട്, ഒരു പടം കാണിച്ചിട്ട് 25 സെക്കൻഡാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തരുന്നത്. ആൻഡ് ദേ എക്സ്പെക്ട് അസ് ടു give our response within 40 seconds. അറിയാലോ ബേസിക്സ് ഓഫ് ഡിസ്ക്രൈബ് ഇമേജ്. പടങ്ങൾ വരാം, ഫ്ലോ ചാർട്ട്സ് വരാം. അതായത് ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇത് ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ് എന്നൊക്കെ പറയും. പിന്നെ മാപ്പ് വരാം, ഒരു ഫ്ലോർ ഡയഗ്രാം വരാം. അതായത് ഓരോരോ ബിൽഡിങ്ങിലും ഓരോ ഫ്ലോറുകളുടെയൊക്കെ മാപ്പ് പോലത്തെ സാധനം, ഫ്ലോർ ഡയഗ്രാംസ് വരാം. ഗ്രാഫുകൾ വരാം, ടേബിൾ വരാം, എന്ത് വേണേലും വരാം. പൈ ചാർട്ട് വരാം. ഇങ്ങനത്തെ എന്ത് സാധനങ്ങൾ വേണേലും വരാം. Usually, I expect you to talk for more than 25 seconds, ideally around 30 seconds. 30, 32, 33, 34, 35 റേഞ്ചിൽ. 40 സെക്കൻഡ് ഒന്നും സംസാരിക്കണ്ട, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലൊന്നും പോട്ടെ. 30 സെക്കൻഡ് അടുപ്പിച്ച് സംസാരിക്കുക. നമ്മൾ ഇപ്പോഴത്തെ സ്കെലട്ടൺ ഉപയോഗിച്ചിട്ട് അതിൽ കുറച്ച് കണ്ടന്റ് കൊടുത്താൽ, ഞാൻ പറയണത് പോലെ കാര്യങ്ങൾ കൊടുത്താൽ 30 സെക്കൻഡ് സൂപ്പറായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, സോ 30 സെക്കൻഡ് സംസാരിക്കുക. പിന്നെ ക്ലിക്ക് നെക്സ്റ്റ് ബട്ടൺ ഇമ്മീഡിയറ്റ്ലി, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, കാരണം അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പ്രൈമറി നോയ്സ് ആയിട്ട് ഇൻറ്റോണേഷൻ ആയിട്ട് മാറും, കോംപ്ലിക്കേഷൻ ആവും. റെസ്പോൺസ് കൊടുത്ത ഉടനെ നെക്സ്റ്റ് അമർത്തുക. ഇനി മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണ് പറയണത്? കണ്ടന്റിന് 5 മാർക്ക്, പ്രൊനൗൺസിയേഷൻ 5 മാർക്ക്, ഫ്ലുവൻസിക്ക് 5 മാർക്ക് എന്നാണ്. പക്ഷെ PTയിലെ സ്പീക്കിംഗിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഫ്ലുവൻസി വിൻസ് ദ റേസ് ഓവർ പ്രൊനൗൺസിയേഷൻ ആൻഡ് കണ്ടന്റ്. ഫ്ലുവൻസിക്ക് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി, അത് കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ പ്രയോറിറ്റി, കണ്ടന്റിന് പിന്നെ പ്രയോറിറ്റി. എന്താണ് ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, കണ്ടന്റ് എന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാവും. കണ്ടന്റ് പണ്ട് നോ പ്രയോറിറ്റി ആയിരുന്നു ഡിസ്ക്രൈബ് ഇമേജിൽ. ഈ നവംബർ 4th അപ്ഡേറ്റിന് മുമ്പ് വരെ എന്ത് പറഞ്ഞാലും കിട്ടും, എന്ന് ജനറിക് ടെംപ്ലേറ്റ് പറഞ്ഞാലും കിട്ടും. ഇപ്പൊ നടക്കത്തില്ല. കണ്ടന്റ് അത്യാവശ്യം പ്രയോറിറ്റി കയറിയിട്ടുണ്ട്, ഒരു മോഡറേറ്റ് പ്രയോറിറ്റി ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്പീക്കിങ്ങിലോട്ട് മാത്രമാണ് സ്കോർ വരുന്നത്. കമ്പ്യൂട്ടറിന് നിങ്ങൾ ഒരു പടം ഇന്റർപ്രറ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റത്തില്ല. AI ഡെവലപ്പ് ആവുന്നുണ്ട്, ഇപ്പോഴും അതിന് കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് അതിന് പറ്റും? അതിൽ ചക്കയാണ് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ചക്കേനെ പറ്റി തന്നെയാണോ പറയണേ എന്ന് നോക്കാനുള്ള ബുദ്ധി ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചക്കനെ പറ്റി അതിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണോ, അത് കറക്റ്റ് ആയിട്ടാണോ ഇന്റർപ്രറ്റ് ചെയ്യണമെന്നൊന്നും മനസ്സിലാവില്ല. ചക്കനെ പറ്റി ആണോ പറയണത് അത്രയും മനസ്സിലാവും, അത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ. സോ കമ്പ്യൂട്ടർ കാണ്ട് ഇന്റർപ്രറ്റ് ആൻ ഇമേജ്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നത്തിങ് കോൾഡ് എ റൈറ്റ് ഓർ റോങ് ഓർ എ ബെസ്റ്റ് ആൻസർ. എനിക്കും നിങ്ങൾക്കും ഒരു പടം തന്നാൽ നമ്മൾ രണ്ടുപേരും 2 രീതിയിലായിരിക്കും അത് ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ ഇന്റർപ്രിട്ടേഷനും ശരിയായിരിക്കും, നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ശരിയായിരിക്കും. അപ്പൊ ഏതിന് മാർക്ക് വരും? 2നും മാർക്ക് വരും. ദ ഓൺലി തിങ് ഈസ് നിങ്ങൾ ചക്കേനെ പറ്റി മാത്രം പറയുക. ചക്കേനാണ്ട പടമാണ് കൊടുത്തിരിക്കണമെങ്കിൽ മിസ് ഇന്റർപ്രറ്റ് ചെയ്ത പ്രശ്നമുണ്ടോ? മനഃപൂർവ്വം മിസ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട. ഇൻ കേസ് മിസ് ഇന്റർപ്രറ്റ് ചെയ്താലും നമ്പേഴ്സിനെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് തിരിച്ച് പറഞ്ഞ് ഇത് ലോവസ്റ്റ് ആണ് അത് ഹയസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയാലും വറീഡ് ആവണ്ട. നിങ്ങൾ അതിലുള്ളതിനെ പറ്റി തന്നെയാണോ പറഞ്ഞത്? അത്രയും മതി. ഓക്കെ, നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് 5 മാർക്ക് പെർ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റും. അതായത് 2-3 ക്വസ്റ്റ്യൻ വന്നാൽ 10-15 മാക്സിമം അത്ര മാർക്ക് കിട്ടത്തുള്ളൂ ഡിസ്ക്രൈബ് ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് സ്പീക്കിങ്ങിലോട്ട്. ഇനി നമ്മളെ സ്കെലട്ടൺ എന്താണ്?
ഇത് ഇമേജ് ഷോൺ ഇസ് പൈ ചാർട്ട്, അല്ലെങ്കിൽ അത് അവിടെ എന്താണ് പറയേണ്ടത് ആ പടം കണ്ടിട്ട് അപ്പോഴാണ് തീരുമാനിക്കേണ്ടത്. ഇമേജ് ഷോണിസിന് ശേഷം എന്ത് പറയണം. പൈ ചാർട്ട് ആണ് തന്നിരിക്കുന്നത്, പൈ ചാർട്ട്. ഗ്രാഫ്, ലൈൻ ഗ്രാഫ് ആണെങ്കിൽ ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ് ആണെങ്കിൽ ബാർ ഗ്രാഫ്, ഫ്ലോ ഡയഗ്രാം ആണെങ്കിൽ ഫ്ലോ ഡയഗ്രാം, മാപ്പ്, ടേബിൾ, പിക്ചർ, ഇതൊക്കെ അപ്പോൾ ഡിസൈഡ് ചെയ്ത് പറയാം. ദാറ്റ് പ്രൊവൈഡ്സ് എൻ ഓവർവ്യൂ ഓഫ് അവിടെ ഉള്ള മെയിൻ ടോപ്പിക് ചിലപ്പോൾ എഴുതിയിരിക്കും, മിക്കവാറും എഴുതിയിരിക്കും മെയിൻ ടോപ്പിക് അല്ലെങ്കിൽ ഹെഡിങ് ഓഫ് ദ ഇമേജ്. അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഫ്രേസ് ആയിട്ട് പറയുക, ഓൺലി തിങ്. പിന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ പറയാതെ എക്സ് ആക്സിസ് റെപ്രസെന്റ് ദിസ് വൈൽ ദ വൈ ആക്സിസ് ഡെപിക്ട്സ് ദിസ്. ഇത് പക്ഷെ ഒരു ഗ്രാഫുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് അപ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്ത് ചെയ്യും, ഒരു പാഠമാണ് തന്നിരിക്കുന്നത്, എക്സ് ആക്സിസും വൈ ആക്സിസും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റിൽ ഐ ക്യാൻ സി വെൽ ഓൺ ദ റൈറ്റ് സൈഡ് ദിസ് ഇസ് ഗിവൺ. കണ്ട, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുണ്ട് ഐ ക്യാൻ സി എന്ന് പറഞ്ഞിട്ട് ഓൺ ദ റൈറ്റ് സൈഡ് ദിസ് ഇസ് ഗിവൺ എന്നാണ് പറഞ്ഞത്. ഐ ക്യാൻ സി ഓൺ ദിസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഐ ക്യാൻ സി ദിസ് എന്ന് പറയരുത്. ഐ ക്യാൻ സി റിപ്പീറ്റ് അടിക്കരുത്. ഐ ക്യാൻ സി ഒരിടത്ത് പറഞ്ഞോ, while on the right side this is given എന്ന് പറയുക, അവിടെ കണ്ടന്റ് കൊടുക്കുക. കഴിഞ്ഞു. ഇനി it is apparent that എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് കൊടുക്കുക. അവിടെ ലോവസ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ പറയാം, ഹയസ്റ്റ് വാല്യൂ പറയാം, ഹയസ്റ്റ് ലോവസ്റ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ പറയുക. വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് പറയുക. പിന്നെ ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നേരത്തെ പറഞ്ഞിട്ട് വേറൊരു സാധനം പറയാം. ലോവസ്റ്റ് ആണ് നേരത്തെ പറയുമെങ്കിൽ ഇവിടെ ഹയസ്റ്റ് പറയാം, ഹയസ്റ്റ് ലോവസ്റ്റ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം. പടത്തിലുള്ള സാധനം തന്നെ പറയണം, അത്രേ ഉള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ഇസ് ദാറ്റ് അവിടെ മൂന്നാമത്തെ ഒരു കാര്യം പറയണം. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ആകെ 25 സെക്കൻഡാണ് സമയം തരണം. അതിനുള്ളിൽ പിടിച്ച് മറയ്ക്കുകയൊന്നും വേണ്ട, കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, മനസ്സിലാവണ കാര്യം പറയുക. അതിലൊരു ട്രെൻഡ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ട്രെൻഡ് പറയാം. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഗ്രാഫ് മേളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്ന്, പിന്നെ മേളിലോട്ട് പോയി. ഓക്കെ, സ്റ്റഡി ഇൻക്രീസ്, സഡൻ ഡിക്ലൈൻ, സഡൻ ഇൻക്ലൈൻ, ഇങ്ങനത്തെ വാക്കുകൾ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റൂലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 2 എണ്ണം നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാമത്തെ ഒരു കാര്യവും കൂടെ പറഞ്ഞാൽ മതി. എന്നിട്ട് അവസാനം ഓൾ ഇൻ ഓൾ ദ ഇമേജ് റെപ്രസെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓവറോൾ ഒരു സമ്മറി പറയാം. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമ്മറി അല്ലെ ഓവറോൾ ട്രെൻഡ് എന്തെങ്കിലും പറഞ്ഞങ്ങ് നിർത്തുക. ഐഡിയലി 30 to 35 സെക്കൻഡ്സിനോട് സംസാരിച്ചാൽ മതി. ഓക്കെ, മോർ ദാൻ ഇനഫ്. പിന്നെ ഇവിടെ കണ്ടന്റ് കൊടുക്കുമ്പോൾ കീവേഡ്സ് കൊടുക്കരുത്. കീവേഡ്സ് കൊടുത്താൽ പണി കിട്ടും. സോഫ്റ്റ്വെയർ ഫ്ലാഗ് ചെയ്യും, മനുഷ്യൻ അയച്ചു കൊടുക്കും, കണ്ടന്റ് 0 തരും. കണ്ടന്റ് 0 ഇട്ടാൽ ഫ്ലുവൻസി പ്രൊണൗൺസിയേഷൻ ഫുൾ മാർക്ക് ആണെങ്കിലും ഫർദർ മാർക്കിംഗ് ഇല്ല, 0 മാർക്ക് കിട്ടും. സോ നിങ്ങൾ ഫ്രേസുകൾ കൊടുക്കുക. പിന്നെ പ്രോ ടിപ്പായിട്ട് പറയാനുള്ള ഈ 25 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈം സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ആൻസർ ടൈം പറയുമ്പോൾ സ്ക്രീനിൽ നോക്കി പറയാൻ ഐ വോണ്ട് റെക്കമെൻഡ് യു. ഞാൻ പറയുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് അതിൽ ഞാൻ എന്തൊക്കെ നോട്ട് ഡൗൺ ചെയ്തെന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 25 സെക്കൻഡിനുള്ളിൽ എന്തൊക്കെ പറയണമെന്ന് നോട്ട് ഡൗൺ ചെയ്യാം. നമ്മൾ നേരത്തെ ഉള്ള ടെംപ്ലേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ അപ്പാരന്റ് ദാറ്റിന് ശേഷം പറയാൻ വേണ്ടിയുള്ള സാധനം നോട്ട് ഡൗൺ ചെയ്യുക. ഓൺ ദി അതർ ഹാൻഡിന് ശേഷം വേണ്ടി പറയാൻ നോട്ട് ഡൗൺ ചെയ്യുക. ഇതിനു ശേഷം നോട്ട് ഡൗൺ ചെയ്യുക. വേണമെങ്കിൽ ഏത് പടമാണെന്ന് വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. പിന്നെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ നിങ്ങൾക്ക് നോക്കി പറയാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ട്രൂലി ഗുഡ്. ഇപ്പൊ ഈ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഫ്രേസസ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല, അത്ര സമയമൊന്നും ഇല്ലല്ലോ, 25 സെക്കൻഡ്. സോ കീവേഡ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഞാൻ അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കീവേഡ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. പക്ഷെ പറയുമ്പം അത് ഫ്രേസ് ആയിട്ട് പറയണം. കുറച്ച് ലിങ്കിങ് വേർഡ്സ് ഇട്ടിട്ട് അത് ഫ്രേസ് ആയിട്ട് പറയുക. എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഫ്രേസ് പറയണം. ഐ വോണ്ട് യു ടു സേ ഫ്രേസസ്, അത്രേ ഉള്ളൂ. കീവേഡ്സ് അയ്യോ ഫ്രേസ് എന്നെ കൊണ്ട് പറയാൻ പറ്റൂലേ, ഒരു കുഴപ്പമില്ലേ. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ, കുറച്ച് സെൽഫ് ബിലീഫോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. 2-3 ദിവസം കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്താൽ ഡിസ്ക്രൈബ് ഇമേജ് ശരിയാവും. ഓക്കെ, സോ ഈ 25 സെക്കൻഡ് നോട്ട് ഡൗൺ ചെയ്യണമായിരിക്കും ബുദ്ധി. കാരണം സ്ക്രീനിൽ നോക്കി പറയാം. നമ്മൾ ടെംപ്ലേറ്റിനെ പറ്റി പറയിടാവണം, സ്ക്രീനിൽ നോക്കണതിനെ പറ്റി പറയിടാവണം, തെറ്റ് പറ്റുമോ, മിസ്ഇന്റർപ്രറ്റ് ആകുമോ എന്നൊക്കെ ഉള്ള ബുബബ്ബ ഫംബിള് ഹെസിറ്റേഷൻസ് ഒക്കെ വന്ന് മാർക്ക് പോവും. ആ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനാണ് നോട്ട് ഡൗൺ ചെയ്യുന്നത്. നോട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും പല അധികം കാര്യങ്ങൾ വർക്കാവേണം. റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണ്, കൈ, ബ്രെയിൻ ഇതെല്ലാം വർക്കാവേണം. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ അക്കസ്റ്റംഡ് ആവും. നമ്മൾ കൊടുക്കാനുള്ള കണ്ടന്റ് എന്താണ് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ നമ്മൾ ടെംപ്ലേറ്റ് ഇട്ട് പറയുമ്പം ഫംബിൾ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറയും. അതുകൊണ്ടാണ് പറയേണ്ടത്. ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ഒരു ദിവസം കൊണ്ടൊന്നും ശരിയാവത്തില്ല. പ്രാക്ടീസ് ചെയ്താൽ ശരിയായി വരും. 2-3 ദിവസം നല്ല എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. ട്രസ്റ്റ് മീ. ഫ്രേസുകൾ പറയാം, കീവേഡ്സ് പറയരുത്. പറഞ്ഞതുപോലെ ഗ്രാമറോ ലോജിക്കോ ഇഷ്യൂ അല്ല. നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഗ്രാമാറ്റിക്കലി തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. തിരുത്താൻ നിന്നാൽ മാർക്ക് പോകും. ഗ്രാമർ ലോജിക്കോ അവർ നോക്കുന്നില്ല. ചക്കനെ പറ്റി തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ്സ് ഇറ്റ്. സ്ക്രീനിലുള്ള കാര്യം തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ്സ് ഇറ്റ്.
വേറെ ഒന്നുമില്ല. സോ ലോജിക്കോ ഗ്രാമറോ അവർ ചെക്ക് ചെയ്യുന്നില്ല. മനുഷ്യൻ അയച്ചു കൊടുത്താൽ പോലും മനുഷ്യൻ പോലും ഗ്രാമർ ചെക്ക് ചെയ്യത്തില്ല. കാരണം ഗ്രാമർ എന്ന് ഒരു അളവ് പോലും ഇല്ല. നിങ്ങൾക്ക് സ്പീക്കിംഗിലോ ഫ്ലുവൻസി പ്രൊണൗൺസിയേഷൻ കണ്ടന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. സോ അത് കാരണം മാർക്ക് കൊണ്ട് കളയാതിരിക്കുക. ഫ്ലുവൻസി, ക്ലാരിറ്റി, നാച്ചുറാലിറ്റി. ഫ്ലുവന്റ് ആയിരിക്കണം, വ്യക്തമായി സ്പഷ്ടമായി പറയണം, നാച്ചുറൽ ആയിട്ട് പറയണം. ഓക്കെ, അല്ലാണ്ട് ഭയങ്കര കൊങ്ങയ്ക്ക് പിടിച്ചതുപോലെ സംസാരിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. 30 സെക്കൻഡിൽ അടുപ്പിച്ച് സംസാരിക്കുക. ഇനി ഞാൻ കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ശരി, ഈ പടം നോക്കിക്കോ. ഈ പടം ഞാൻ എങ്ങനെ ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം. 25 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈമിൽ ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യണതിന് മുമ്പ് ഒന്ന് ചെയ്ത് നോക്കാം, വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, 20 ലെറ്റ്സ് സ്റ്റാർട്ട്. The image shown is a line graph that provides an overview of annual cyber security threat incidents. The x-axis represents years from 2018 up to 2023, while the y-axis depicts number of incidents from 700 to 1200. It is apparent that 2019 with 700 incidents is the lowest value, while 2018 with 1822 incidents is the highest value. An interesting observation is that the threatened incidents decreases from 2018 to 2019 and increases from 2020 to 2023. All in all, the image represents annual cybersecurity threat incidents in 900 and 800 from 2021 and 2022. അത് കണ്ട എന്ത് ഈസി ആയിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ ചെയ്താൽ മതി. ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ ഡേറ്റ ഉണ്ട്. പിന്നെ ഞാൻ എന്തോ 1800 സംതിങ് എന്ന് പറഞ്ഞു മിസ്ഇന്റർപ്രറ്റ് ചെയ്തു. കുഴപ്പമില്ല, മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ ആയിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയില്ല. ഇതുപോലെ ആയിരിക്കണം. ഇതിനുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. പറക്കി കീവേഡ്സ് പറയാതെ ഫ്രേസ് ആക്കി പറയുക. ഓക്കെ, ഞാൻ എഴുതി വെച്ചിരുന്ന കീവേഡ്സ് കണ്ടല്ല, അതിനെ ഞാൻ എങ്ങനെ ഫ്രേസ് ആക്കി എന്റെ റെസ്പോൺസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കുറച്ച് കണക്ടിങ് വേർഡ്സ് ഇട്ട് ഫ്രേസ് ആക്കുന്ന വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലടേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. അഗെയിൻ 25 സെക്കൻഡ്സിൽ ഞാൻ നോട്ട് ചെയ്യും, എന്നിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പടം. ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം. The image shown is a picture that provides an overview of doctor checking a patient. On the left side, I can see doctor with a stethoscope, while on the right side, nurse with a notepad is given. It is apparent that the patient is worried about his health. On the other hand, doctor and the nurse seems to be very relaxed. An interesting observation is that this whole event is taking place inside a hospital setting. All in all, the image represents the doctor, patient and the checking point, while the nurse takes careful notes. ഡോക്ടർ, പേഷ്യന്റ് ആൻഡ് ദ ചെക്കിംഗ് പോയിന്റ് എന്നാണ് ഞാൻ അവസാനം പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ പറയാൻ അതല്ല ഉദ്ദേശിച്ചത്, വേറൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ അത് മെസ്സപ്പ് ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ ഫംബിളോ ഹെസിറ്റേഷൻസോ ബുബ്ബ ഒന്നുമില്ല. ഇതുപോലെ ഡീൽ ചെയ്യണം. ഓൾമോസ്റ്റ് 30 സെക്കൻഡ് സംസാരിക്കണം. ദാറ്റ്സ് ഇറ്റ്. 20ൽ കുറവാണെങ്കിൽ മനുഷ്യൻ അയച്ചു കൊടുക്കും. അതുകൊണ്ട് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്താതിരിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല എന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെയല്ല, പറ്റും. ഓക്കെ, കുറച്ച് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, കുറച്ച് കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് വീഡിയോ. വളരെയധികം എഫേർട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻ്റർ ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. ഇതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. PT റിലേറ്റഡ് കണ്ടന്റ് 2 ദിവസത്തിനുള്ളിൽ എത്തുന്നവരെ ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. We are in this together.